Namaste. Hello. So, നമ്മൾ ഇംഗ്ലീഷിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇൻ ഹാർമണി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് ഇൻ ഹാർമണി എന്ന് വെച്ചാൽ എന്താണ്, ഒത്തൊരുമയോടെ ജീവിക്കുന്ന അല്ലേ, ഒരുമയോടെ ജീവിക്കുന്ന കുറേ ആനിമൽസിനെ നമ്മൾ കണ്ടല്ലോ. യെസ്, അപ്പോൾ അതിൽ കുറച്ച് പേരുടെ സൗണ്ടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുഞ്ഞു കുഞ്ഞു സൗണ്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക, അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ബോക്സിൽ എന്താണ്, കുറേ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള വേർഡ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെയേഴ്സിനെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ, എന്തൊക്കെയാണ്. ബീസ് കൊടുത്തിട്ടുണ്ട്, സ്നേക്ക് കൊടുത്തിട്ടുണ്ട്, ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ബേബി, ബെൽസ്, ലീവ്സ്, ഹിസ്ഡ്, ഗിഗിൾഡ്, ജിംഗിൾഡ്, ടിക്ഡ്, ബസ്ഡ്, റെസൽഡ്. ഇത്രയും വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ വേർഡ്സിന് എന്ത് ചെയ്യണം, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവരുടെയൊക്കെ സൗണ്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ വേർഡ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതൊക്കെ സാധനത്തിന് എന്തൊക്കെ സൗണ്ട്സ് ആണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ബീസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബീസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, തേനീച്ചകളായിരുന്നു അല്ലേ. ഇവരുടെ സൗണ്ട്സ് എങ്ങനെയായിരുന്നു, നമ്മൾ പറയണ പോലെ നല്ല പാട്ടൊക്കെയാണോ അവർ പാടിത്തരുന്നത്, അല്ല, അവർ മൂളാറാണ് പതിവ് അല്ലേ. അപ്പോൾ എന്ത് സൗണ്ട്സ് ആയിരുന്നു, ഇവിടെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ബീസ് ബസ്ഡ്, എന്താണ്, ബസ് ശബ്ദമാണ് അവരുണ്ടാക്കുക അല്ലേ, മൂളി എന്നാണ് പറയുന്നത് അല്ലേ, ബീസ് ബസ്ഡ്. അതുപോലെ വേറെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇതിന് യോജിച്ചിട്ടുള്ള സൗണ്ട്സ് ഉള്ളവരെ പിക്ക് ചെയ്ത് എഴുതണം. അപ്പം നമുക്ക് അടുത്ത ആളെ നോക്കാം. സ്നേക്ക് ആണ് അല്ലേ, സ്നേക്ക് ആണ്. അപ്പോൾ സ്നേക്ക് എന്ന് പറയുമ്പോൾ പാമ്പ് അല്ലേ. പാമ്പ് എന്ത് ശബ്ദം മക്കളെ ഉണ്ടാക്കുക, നമ്മൾ ഇതിലൊന്ന് നോക്കിക്കേ, ഇതിന് ചേരുന്ന ഏത് വേർഡാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഒന്ന് നോക്കിക്കേ. നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ ഈ ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ സ്നേക്കുമായിട്ടല്ല നമ്മൾ പഠിച്ചത്, ക്യാറ്റുമായിട്ടാണ് ഈ ഒരു വേർഡിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഏതാണ് വേർഡിന് വേഗം കിട്ടിയവരോ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കോമന്റ് ബോക്സിൽ ഒന്ന് കോമന്റ് ചെയ്യുക കേട്ടോ. കറക്റ്റ് വേർഡായിട്ട് ഒന്ന് കോമന്റ് ചെയ്യുക, സ്നേക്ക് എന്ന് പറയാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം, ഈ സ്നേക്കിന്റെ സൗണ്ട് ഏതാണെന്നുള്ളത് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പം മിസ് പറയാൻ പോവാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹിസ്ഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. സ്നേക്ക് എന്താ ചെയ്യുക, സ്നേക്ക് ഹിസ്സാണ് ചെയ്യുക കേട്ടോ. സ്നേക്ക് എന്ന് പറയുമ്പോൾ സ്നേക്ക് എന്ത് ശബ്ദം ഉണ്ടാക്കുക, ശബ്ദം ഉണ്ടാക്കുക അല്ലേ, ചീറ്റുക എന്ന് പറയില്ലേ, അതാണ് സ്നേക്കിന് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഹിസ് എന്ന് വരും. ഓക്കെ, ഹിസ്ഡ് എന്ന് വെച്ചാൽ എന്താ, ചീറ്റി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്, ക്ലോക്ക്. നമുക്ക് അറിയുന്നതാണ് അല്ലേ ക്ലോക്ക്. ക്ലോക്ക് എന്താണ് ശബ്ദം ഉണ്ടാക്കുക, ചിലപ്പോൾ മണി അടിക്കുമ്പോൾ എങ്ങനെയാണ്, ടിക് 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 സൗണ്ട് ആണ് അല്ലേ, ടിക് ടിക് സൗണ്ട് ആണ് ക്ലോക്കിന് വരേണ്ടത്. അപ്പം ഇവിടെ നോക്കിക്കേ, വേഗം നോക്കുക, ക്ലോക്കിന് ഏത് ശബ്ദമാണ് വരേണ്ടതെന്ന് വേഗം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കുക ഏതാണ് വരേണ്ടത്. അവിടെ കൊടുത്തിട്ടുണ്ട് ടിക്ഡ് ആണ് അല്ലേ, ടിക്ഡ് ആണ് ആൻസർ വരിക. അപ്പോൾ ക്ലോക്ക് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ നേരെ എന്ത് എഴുതണം നമ്മൾ, ക്ലോക്കിന്റെ ശബ്ദം എന്ന് പറയുന്നത് ടിക്ഡ്, അടിച്ചു അല്ലെ, സമയം, മണി അടിച്ചു എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. ക്ലോക്കിന്റെ മണി അടിച്ചു, ക്ലോക്കിന്റെ സമയമായി അല്ലെ, 12 മണി എന്നൊക്കെ കാണിക്കുമ്പോൾ എന്താ, ക്ലോക്കിൻ്റെ ഒരു മണി ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ടിക്ഡ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ എന്താണ്, യെസ്, ബേബി അല്ലേ, കുഞ്ഞു വാവകൾ. അവരെന്താ ചെയ്യുക, അവർ കരയും ചിരിക്കുകയൊക്കെ ചെയ്യും. അവരുടെ ചിരിക്കൊരു പ്രത്യേകത ഉണ്ട് അല്ലേ, നമ്മൾ ചിരിക്കുന്ന പോലെ അല്ല അവർ ചിരിക്കുക. നമ്മൾ ഹാ 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 എന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനത്തെ ശബ്ദത്തിലല്ല ചിരിക്കുക, അവരിങ്ങനെ കുണുങ്ങി ചിരിക്കുകയാണ് ചെയ്യുക അല്ലേ. കുലുങ്ങിയൊക്കെ അല്ലേ ചിരിക്കുക. അവരുടെ ചിരി കാണാൻ നല്ല രസമാണ് അല്ലേ, അങ്ങനെ കാഴ്ചയുള്ളൊരു ചിരിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചിരിക്കുന്നതിന് എന്താണ് പറയുക, വേഗം നോക്കിക്കേ. നമ്മുടെ ഇതിലൊരു വേർഡ് ഉണ്ട് കറക്റ്റായിട്ട് ഒരു കുട്ടികളുടെ ചിരിനെ കാണിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ. കുലുങ്ങി ചിരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഏതാണെന്ന് കിട്ടിയൊരു പെട്ടെന്ന് തന്നെ കോമന്റ് ചെയ്യാം കേട്ടോ. എന്താണ് ബേബീസിന്റെ സൗണ്ടിന് എന്താ പറയുക, ബേബീസ് ചിരിക്കുന്നതിന് എന്ത് സൗണ്ടിലാണെന്ന് പറയാ, ഗിഗിൾഡ് ആണ് കേട്ടോ. ആൻസർ ഗിഗിൾഡ് ആണ്. അപ്പൊ ബേബി വരുമ്പോ എന്ത് വരും, ബേബി ഗിഗിൾഡ്, കുലുങ്ങി ചിരിച്ചു എന്നാണ് കേട്ടോ മീനിങ്, ഗിഗിൾഡ്. ഓക്കെ, ഗിഗിൾഡ് എന്നാണ് ആൻസർ വരിക. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ആളാരാണ് നോക്കിക്കേ, ബെൽസ് ആണ്. ബെൽസ് എന്ന് വെച്ചാൽ എന്താ, മണികൾ അല്ലെ. മണികൾ എന്താ ചെയ്യുക, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മണികൾ എന്ത് ശബ്ദം ഉണ്ടാക്കുക, മണികൾ കിലുങ്ങി അല്ലെങ്കിൽ എന്താണ്, മണി മുഴങ്ങി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ എന്ത് സൗണ്ട് ഉണ്ടാക്കുക, കിലുകിലിങ് സൗണ്ടാണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ പറയാം നമുക്ക് എന്ത് സൗണ്ടാണെന്ന് പറയാം, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം കത്തുന്നുണ്ടാവും. ഇതിലൊരു വേർഡ് ഉണ്ട് കറക്റ്റായിട്ട്, ബെൽസ്
എന്ത് ചെയ്തു എന്നാ പറയാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റും ജിങ്കിൾഡ്. എന്താണ്? ജിങ്കിൾ. ജിംഗ്ലിംഗ് സൗണ്ട് ആണ് ആർക്കുണ്ടാവുക? ബെൽസിന് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബെൽസ് അല്ലെ. ബെൽസ് എന്ത് ശബ്ദമാണ്? ജിങ്കിൾഡ് എന്ന് പറയാം. ജിങ്കിൾ, JINGLED, ജിങ്കിൾഡ്. മണി കിലുങ്ങി അല്ലെങ്കിൽ മണി മുഴങ്ങി. ഓക്കെ, മണി കിലുങ്ങി. അപ്പോൾ ബെൽസ് ജിങ്കിൾഡ്. ഇനി എവിടെയാണ് നമുക്ക് വേറെ സൗണ്ട്സ് വന്നിട്ടുള്ളത്? യെസ് നമുക്ക് കിട്ടി. ആരാണ്? ലീവ്സ് ആണ് ഉള്ളത് അല്ലേ. ലീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചാണ്. ലീവ്സ് എന്ന് വെച്ചാൽ എന്താ? ട്രീസിലൊക്കെ കുറേ ലീവ്സ് ഉണ്ടാവില്ലേ? പ്ലാന്റ്സിലൊക്കെ കുറേ ലീവ്സ് ഉണ്ടാവില്ലേ? ലീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇലകൾ അല്ലേ. ഈ ഇലകളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും അല്ലേ. പേപ്പേഴ്സ് ആയാലും ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഒക്കെ ഒരു സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉള്ള ഒരു സൗണ്ടിന് നമ്മൾ പ്രത്യേക ഒരു പേര് പറയും. മലയാളത്തിൽ നമ്മളതിനെ മർമ്മര ശബ്ദം എന്ന് പറയും. മർമ്മര ശബ്ദം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയോ അതിന് എന്താണ് പറയാന്ന്? ഇനി ബാക്കിയുള്ള ഒരാളെ ഉള്ളൂ അല്ലേ നമ്മുടെ ബോക്സിൽ. ഇനി ആരാണ്? ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അയാൾ തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീവ്സിന് എന്ത് ശബ്ദം ഉണ്ടാവുക? ഇലകളൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ, കാറ്റത്തൊക്കെ ഇങ്ങനെ ആടുമ്പോൾ എന്താണ്? കൂട്ടിമുട്ടൂല്ലേ ഇവർ. കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് റസിൽഡ്. എന്താ വായിക്കുക? RUSTLED. ഇതിലുള്ള ടീക്ക് ശബ്ദം കൊടുക്കണ്ട. നിങ്ങൾ ടി എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യണ്ട കേട്ടോ, ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് വായിക്കുക? റസിൽഡ് എന്ന് വായിക്കുക. എന്ത് വായിക്കുക? റസിൽഡ്. മിസ്സിന്റെ ഒപ്പം തന്നെ മിസ്സിന്റെ കുട്ടികൾ എല്ലാവരും പറയാ റസിൽഡ്. എന്താണ്? ലീവ്സ് റസിൽഡ് എന്ന് പറയാം. ഓക്കെ, ലീവ്സിന്റെ എന്ത് ശബ്ദമാണ് മക്കളെ? മർമ്മര ശബ്ദം. അപ്പൊ നമുക്ക് എഴുതാം അല്ലെ, ലീവ്സിന്റെ മർമ്മര ശബ്ദമാണ്. സോ നമുക്ക് എഴുതാം ലീവ്സ് എന്ന് വെച്ചാൽ ഇലകൾ അല്ലെ. റസിൽഡ്. ഓക്കെ, അതാണ് മർമ്മര ശബ്ദം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വേർഡ്സ് വരെ. നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ആരുടെയൊക്കെ ശബ്ദങ്ങളാണ് നമ്മൾ പഠിച്ചത്? ബീസ് എന്ത് ചെയ്യും? ബസ് അല്ലെ. ബീസ് ബസ്ഡ്. സ്നേക്ക് എന്ത് ചെയ്യും? അല്ലെ. ഹിസ്ഡ് എന്ന് പറയും അല്ലെ. ചീറ്റുക, ഹിസ്ഡ്. ഇനി എന്താ? ക്ലോക്ക് എന്ത് ചെയ്യും? ടീക്ഡ്. ബേബി എന്ത് ചെയ്യും? ഗിഗിൾഡ് അല്ലെ. ചിരിക്കുന്നു, കുലുങ്ങി ചിരിക്കുന്നു. ബെൽസ് എന്താണ്? ജിങ്കിൾഡ് ആണ് ചെയ്യുന്നത്. ജിങ്കിൾ ചെയ്യുന്നു. ലീവ്സ് എന്ത് ചെയ്യും? റസിൽഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്ര വേർഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവരുടെയൊക്കെ സൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബീസിൻ്റെ സൗണ്ട് പഠിച്ചു, സ്നേക്കിൻ്റെ സൗണ്ട് പഠിച്ചു, ക്ലോക്കിൻ്റെ സൗണ്ട് പഠിച്ചു, ബേബിയുടെ സൗണ്ട് പഠിച്ചു, ബെൽസിൻ്റെ അതുപോലെ തന്നെ ലീവ്സിൻ്റെയും നമ്മൾ സൗണ്ട്സ് പഠിച്ചു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് നല്ല രസമല്ലേ? ബീസിൻ്റെ സൗണ്ട് എന്താ? ബസ് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സൗണ്ട്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ചോദിക്കുകയാണെങ്കിൽ ഡോഗിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പറയും ബൗ എന്നാണ് അല്ലേ. പക്ഷേ ഡോഗ് ശരിക്കും കുരച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ വേർഡ് മിസ്സിന്റെ മക്കൾക്ക് അറിയാമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കോമന്റ് ബോക്സിൽ കൃത്യമായിട്ട് ഡോഗിന്റെ ശബ്ദം എന്താണ് എന്നുള്ളത് കോമന്റ് ചെയ്യുക കേട്ടോ. ഡോഗിന്റെ സൗണ്ട് എന്താണ് എന്നുള്ളത് കോമന്റ് ചെയ്യുക. അപ്പം മിസ് ക്ലൂ തരാം. ബി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നിങ്ങളവിടെ ഫില്ല് ചെയ്തിട്ടിടാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവരെല്ലാവരും എന്ത് ചെയ്യുക? കോമൻറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റല്ലേ മക്കളെ? അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. മിസ്സിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഈ ഒരു ചാനലിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.